ഹലോ ഗായ്സ്, മൈൽസ് ആൻഡ് മീൽസ് വിത്ത് SRൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയർ തന്തൂരി ചിക്കനാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് മസാല റെഡിയാക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് 2 അല്ലി ചെറുനാരങ്ങ ആവശ്യത്തിന് പിഴിഞ്ഞ് ചേർക്കുക. പിന്നെ ഒലീവ് ഓയിൽ നമുക്ക് അധികം വേണമെന്നില്ല, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർക്കുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു 1 kg ചിക്കനാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മസാലയുടെ കൂടെ കസൂരി മേത്തി കൂടി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. നമ്മുടെ ചിക്കൻ അപ്പോൾ നല്ലപോലെ മസാലയിൽ മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എയർ ഫ്രയറിൽ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എയർ ഫ്രയറിലൊന്ന് നല്ല രീതിയിൽ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിക്കൻ നേരിട്ട് നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഒട്ടിപ്പിടിക്കും. സോ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രേ ചെയ്യുന്നത്. ഓയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു നല്ല സിലിക്കോൺ ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ഈവണായിട്ട് നമുക്ക് അത് പുരട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓയിലെല്ലാം എയർ ഫ്രയറിലേക്ക് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യേണ്ടതാണ്. പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 minutes 200 degree Celsius ടെമ്പറേച്ചറിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ചിക്കൻ നല്ലപോലെ കുക്ക് ചെയ്തിട്ട് നല്ല ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ എയർ ഫ്രയർ എപ്പോഴും പ്രീഹീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പ്രീഹീറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല സ്പേസ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് പീസുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ചില ഭാഗങ്ങൾ ആവാണ്ടായിട്ട് അങ്ങനെയൊക്കെ വരും. കൂടുതലായിട്ട് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ടതായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ എപ്പോഴും എയർ ഫ്രയറിൽ വെക്കുമ്പോൾ അത്യാവശ്യം സ്പേസ് ഇട്ടിട്ട് ചിക്കൻ പീസുകൾ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സിംഗിൾ പീസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെക്കാം. അങ്ങനെ പീസുകൾ വെച്ചെടുത്തിട്ട് സ്പേസ് ഇട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിക്കൻ പീസ് വെച്ചതിന് ശേഷം നമുക്ക് ഒലീവ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനും നല്ലൊരു ക്രിസ്പിനെസ് വരാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എയർ ഫ്രയർ അടച്ചിട്ട് നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 200 degree Celsiusൽ 12 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. 12 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫ്രയർ ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും ചിക്കൻ പീസ് എല്ലാം മറിച്ചിടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ആവുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പുതിന ചട്നിയും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ തൈരും പിന്നെ കുറച്ച് ഒരു 2 പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടിയിട്ട് ഒരു മിക്സിംഗ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പുതിനയിലയും പിന്നെ കുറച്ച് ചെറുനാരങ്ങയും കൂടി അതിലേക്ക് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുതിന ചട്നി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് പോവാം. ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മളത് പതുക്കെ ഓപ്പൺ ആക്കാം. നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ ഫ്രൈ ഒന്നും ആവാണ്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഒരു 12 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നന്നായിട്ട് വെന്തിട്ടും മറ്റേ സൈഡ് അധികം വേവാണ്ടും നമുക്ക് കിട്ടും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കനാണ്. ഞാനിതിൽ വേറെ ഒരു ഓയിലും യൂസ് ചെയ്തിട്ടില്ല. ആകെ ഒലീവ് ഓയിൽ മാത്രം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ മസാല പുരട്ടുമ്പോൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ചിക്കനുകളൊക്കെ നമുക്ക് ബാക്കിയുള്ള
അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ കൂടി ready ആകുമ്പോൾ ഇതും നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പുതിന ചട്നിയും പിന്നെ കുറച്ച് സലാഡും നമുക്ക് സൈഡാക്കി കഴിക്കാവുന്നതാണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ ഞങ്ങളുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. സീ യു സൂൺ.